അതിഥിയായിരിക്കുന്ന ദൈവകൃത്യം സംഗീതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ ഒരിക്കൽ കൂടെ ദൈവനാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക. ലഭിക്കുന്ന ആ സമയങ്ങളിൽ വിലപ്പെട്ടതാണ്. ദൈവവചനത്തിൽ പറയുന്നത് പോലെ യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ, വളരെ ഏകാഗ്രതയോടെ ദൈവസാന്നിധ്യം എത്തിയെല്ലണം. ദൈവത്തിന് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ വളരെ വിലപ്പെട്ടതായിരുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുന്നതിനാൽ നമുക്കും അതേ പ്രതീക്ഷയോടെ തന്നെ ദൈവം കൊടുത്തേക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് 23-ാം സങ്കീർത്തനം. ഒരുപക്ഷെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചെറുപ്പകാലങ്ങളിലെ ഹൃദയസ്ഥമാക്കുവാൻ അവസരം ലഭിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണ് 23-ാം സങ്കീർത്തനം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങളെല്ലാം യഹോവയെ ഇടയനായിട്ടും ഭൂമിയിൽ തന്നെ അനുഗമിക്കുന്ന ജനത്തെ ആടുകളായിട്ട് ചിത്രീകരിക്കുന്ന ഒത്തിരി സാദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പ്രധാന കാരണം ഈ വേദപുസ്തകം പഴയ നിയമവും പുതിയ നിയമവും എഴുതപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിലായതുകൊണ്ട് അവിടുത്തെ അക്കാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനങ്ങൾ കൂടുതലായി ആശ്രയിച്ചു വന്നിരുന്നതുമായ തൊഴിൽ ആടുകളെ വളർത്തുക അല്ലെങ്കിൽ കന്നുകാലികളെ വളർത്തുക എന്നുള്ളതായതുകൊണ്ട് അതേ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേദഭാഗങ്ങളൊക്കെയും എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യഹോവ ഇടയനായിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഒരു 4 നിലയിൽ ഈ സങ്കീർത്തനത്തെ വിഭാഗിക്കുവാൻ ഞാൻ ഇന്ന് രാത്രി ചിന്തിക്കുകയാണ്. 1-2 വാക്യങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ചിന്ത ദൈവത്തിന്റെ നടത്തിപ്പ്, ഹിസ് ഗൈഡൻസ്. 1-2 വാക്യങ്ങളിൽ ഒരിടയുടെ പിന്നാലെ സഞ്ചരിക്കുന്ന ആടിന്റെ മുൻപോട്ടുള്ള പോക്ക്, നടത്തം, അതാണ് ഊന്നൽ നൽകി പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ദൈവിക നടത്തിപ്പ്. 3-ാമത്തെ വാക്യം 2-ാം ഭാഗമായിട്ട് നമ്മൾ തിരിച്ചാൽ അവിടെ കാണുന്നത് ഇയാളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം, ഹിസ് നെയിം, നൗ ഹിസ് ഗൈഡൻസ്. 2-ാമത്തെ കാര്യം ഹിസ് നെയിം. ഇയാളിനോട് ബന്ധത്തിൽ ഇടയന്റെ പേര്, ഇടയന്റെ നാമം. ശരിയമായി നോക്കിയാൽ ആടിന് തന്റെ ഇടയന്റെ പേരറിയുന്നില്ല. പക്ഷെങ്കിൽ ഇടയന് ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നതെന്ന് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നു. 4-ാം വാക്യം 3-ാമത്തെ ഭാഗമായിട്ട് ചിന്തിച്ചാൽ, 4-ാമത്തെ വാക്യം 3-ാമത്തെ ഭാഗമായി ചിന്തിച്ചാൽ അവിടെ കാണാൻ കഴിയുന്നത് ഹിസ് പ്രസൻസ്, അവിടുത്തെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം. ഒരു ദൈവത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വിലപ്പെട്ടതാണെന്ന് 4-ാമത്തെ വാക്യം ഒരു പ്രത്യേക ഭാഗമായിട്ട് കാണാൻ. 5-6 വാക്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ സിറ്റുവേഷൻ മറ്റൊന്നാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹിസ് ഹൗസ്, ഇടയന്റെ ഭവനം, അല്ലെങ്കിൽ ഈ ആടിനു വേണ്ടി ഇടയൻ ഒരുക്കി വെച്ചിരിക്കുന്ന വിശ്രമ സ്ഥലം. ഈ 4 ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോൾ ഈ സങ്കീർത്തനത്തെ വിഭജിച്ച് ചിന്തിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രയോജനം. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 1-2
രണ്ട് വാക്യങ്ങളിൽ അതിപ്രധാനമായി കാണുന്ന ഒരു കാര്യം, രണ്ട് പ്രധാന കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ച പുൽപ്പുറമല്ല പുൽപ്പുറങ്ങൾ. അതോടൊപ്പം തന്നെ സ്റ്റിൽ ആൻഡ് റെസ്റ്റ്ഫുൾ വാട്ടേഴ്സ്, വെള്ളമല്ല വെള്ളങ്ങളുടെ അടുക്കലേക്ക്. ഒരു ബഹുവചന രൂപത്തിൽ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ മാത്രം നടത്തി ജീവിതകാലം അത്രയും തുടർന്ന് മുൻപോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമല്ല ഈ ആടിനോടുള്ള ബന്ധത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമുക്കിതിന്റെ പശ്ചാത്തലമൊക്കെ അറിയാം, ആരാ എഴുതിയിരുന്നു, ഈ ആടുമായിട്ടുള്ള ഈ എഴുത്തുകാരന്റെ പരിചയ ബന്ധം, ഇതൊക്കെ നമ്മൾ ഒത്തിരി സങ്കീർത്തന ഭാഗം വ്യാഖ്യാനിക്കപ്പെട്ട പല സന്ദർഭങ്ങളിൽ പല ആവർത്തി കേട്ടിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ആ പശ്ചാത്തല ഭാഗത്തേക്കൊന്നും പോകാത്തത്. ഇടയന്റെ നടത്തിപ്പിന് കീഴിലിരിക്കുന്ന ഒരാടിനെ സംബന്ധിച്ചോളം ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ട ദേവദാസന്മാർ ഉൾപ്പെടെ ഉള്ളവർ ഇസ്രായേലിന്റെ പശ്ചാത്തലമൊക്കെ വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരായതുകൊണ്ട് വ്യക്തമായിട്ട് അറിയാം. ധാരാളം മൊട്ടക്കുന്നുകൾ നിറഞ്ഞ ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. എല്ലായിടത്തും പച്ചിപ്പുകളില്ല. പച്ചിപ്പുകളുള്ള സ്ഥലം തേടി ആടുകളുമായി ഇടയിൽ മുമ്പോട്ട് പോകുമ്പോൾ കുന്നം താഴ്വര എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചിന്തയായിട്ട് തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൈനംദിന യാത്രയുടെ ഭാഗം തന്നെയാണ്. കുന്നുണ്ട്, കുന്നിന് താഴ്വരയുണ്ട്, വീണ്ടും കുന്നുണ്ട്, താഴ്വരയുണ്ട്. ഇതൊരു നിരന്തരമായ ഒരു മുന്നേറ്റമായിട്ട് അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്നും കാണുന്ന ഒരു കാഴ്ചയായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പുൽപ്പുറങ്ങളിൽ നിന്ന് മറ്റൊരു പുൽപ്പുറങ്ങളിലേക്ക്, വെള്ളത്തിന്റെ അരികിൽ നിന്ന് മറ്റൊരു ജലസ്രോതസ്സിന്റെ അരികിലേക്കുള്ള യാത്ര എന്നുള്ളത് ഈ ആടിനെ സംബന്ധിച്ചിടത്തോളം പുതുമ നൽകുന്നതാണ്. ക്രിസ്തീയ ജീവിതവും ഇതിൽ നിന്നൊട്ടും വിഭിന്നമല്ല. എന്നും പച്ചിപ്പുകളുടെ പുറത്ത് നിരന്തരമായി കിടന്നുറങ്ങുന്ന, രക്ഷിക്കപ്പെട്ട ദിവസം മുതൽ ജീവിതാന്ത്യം വരെ തുടർമാനമായി പച്ചിപ്പുകൾ മാത്രമായിരുന്നെങ്കിൽ കർത്താവേ എത്ര നന്നായിരുന്നു എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിക്കാത്തവർ ഇവിടെ വിരളമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആത്മീയ ജീവിതം ഉയർച്ചകളും താഴ്ചകളും നിറഞ്ഞതാണ്. ഈ പ്രകൃതി തന്നെ ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നത് പകലിന് ശേഷം ഒരു രാത്രി, രാത്രിക്ക് ശേഷം ഒരു പകൽ. ഈ പ്രപഞ്ചഗോളങ്ങൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിത പ്രക്രിയകളെല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനകത്തൊരു യാഥാർത്ഥ്യം, ദൈവം മാറ്റങ്ങളുടെ ദൈവമാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക്. ഒരു പച്ചിപ്പ് കഴിയുമ്പോൾ ഒരു താഴ്വര. എന്തിനാ ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നതെന്നോ ഉലങ്കക്ഷമായി ചിന്തിച്ച പുറകോട്ട് ആത്മീയ ജീവിതത്തിന്റെ പടവുകളിലേക്ക് നോക്കുന്ന ഒരു ദൈവം ഇതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഈ ഉയർച്ചകൾക്ക് പിന്നിൽ ഒരു താഴ്ചയിലാണ് വീണ്ടും വരുന്ന ഉയർച്ചകളെ കുറിച്ചും ദൈവിക കരുതലുകളെ കുറിച്ചും വ്യക്തമായി നാം മനസ്സിലാക്കുന്നതും അതിന്റെ ആഴം ഗ്രഹിക്കുന്നതും. ദൈവം അങ്ങനെയാണ് നമ്മുടെ ജീവിതം സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് അറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ അധികം ഭാരപ്പെടേണ്ട വരത്തില്ല. പലരും ആശങ്കപ്പെടുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണം ദൈവമേ എന്താ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി, നമ്മൾ പറയാറുള്ള ഒരു പ്രത്യേക ശൈലിയാണ്. കർത്താവേ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ എന്നെ വേട്ടയാടുന്നു എന്നൊക്കെ പറയാൻ പല പെന്തക്കോസ്തൽ ശൈലികൾ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒരു യാഥാർത്ഥ്യം, വേദപുസ്തക ഭക്തന്മാരുടെ വെളിച്ചത്തിലും ചരിത്രത്തിൽ ദൈവത്തിനു വേണ്ടി നിലകൊണ്ട ദൈവ ഭക്തന്മാരുടെ വെളിച്ചത്തിലും നമ്മുടെ ജീവിതാനുഭവങ്ങൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ഉയർച്ചയ്ക്ക് പിന്നിൽ ഒരു താഴ്ചയുണ്ട്, താഴ്ചയ്ക്ക് പിന്നിൽ ഒരു ഉയർച്ചയുണ്ട്. അവസാനം ഒരു ശ്രേഷ്ഠമായ വിശ്രമത്തിലേക്ക്, ഏറ്റവും ആശ്വാസകരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രക്രിയയാണ്, ഒരു തുടർ പ്രക്രിയയാണ് ദൈവിക നടത്തിപ്പെന്നുള്ളത് ഒരിക്കലും നമ്മൾ മറന്നുപോകരുത്. ഇതെവിടം വരെ പോകുന്നു എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യം. ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 7:17 വേഗത്തിൽ. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം
തുളച്ചു കളയുകയും ചെയ്യും. ഇതാണ് ഈ യാത്രയുടെ പരിസമാപ്തി. സങ്കീർത്തനങ്ങൾ 23-ന്റെ 1-2 വാക്യങ്ങൾ ഇടയന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ആടിന് ആശ്വാസപ്രദമായ, ഒരിക്കലും ഭാരപ്പെടേണ്ടാത്ത, ഒരിക്കലും ക്ഷീണിക്കേണ്ടാത്ത ഒരു പ്രത്യേക സ്രോതസ്സിലേക്ക് അവനെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ലക്ഷ്യം വെക്കുന്ന ഒരു ദൈവവേദന മാത്രമേ സമാധാനപൂർണമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. കാരണം ഇവിടുത്തെ യാത്രയിൽ എപ്പോഴും ഒരു പച്ചപ്പുൽപ്പുറം കഴിയുമ്പോൾ വീണ്ടും മരുഭൂമിയുടെ അവസ്ഥകളുണ്ട്. വീണ്ടും ഒരു പച്ചപ്പുൽപ്പുറം കാണുമ്പോൾ ആശ്വസിക്കും. ഇസ്രായേൽ ഞങ്ങളുടെ ജീവിതയാത്രയിൽ മാറയിലെത്തി, അവിടെ നിന്ന് മുൻപോട്ട് പിന്നെ മരുഭൂമി യാത്ര, വീണ്ടും മുന്നോട്ട് ചെല്ലുമ്പോൾ എലീമിലെത്തി. അങ്ങനെ ദൈവിക കരുതലുകളുടെ ഈ ഇടവേളകളിലൂടെയാണ് അവർ യാത്ര ചെയ്ത് ഏറ്റവും അങ്ങകലെ പാരമ്പര്യം ഒഴുകുന്ന ദേശത്ത് എത്തിച്ചേർന്നത്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തീയ ജീവിതത്തിന്റെ നടത്തിപ്പ്, ഹല്ലേലൂയ സ്തോത്രം, ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, 2 ദിവസം കൊണ്ട് തീരുന്നതല്ല. നാളെ എന്റെ ജീവിതത്തിൽ ദൈവമേ മരുഭൂമിയുടെ അവസ്ഥകൾ വരുമോ എന്നോർത്ത് വ്യാകുലപ്പെടേണ്ട. അങ്ങനെയുള്ള അവസ്ഥകൾ വന്നാലും അതിന്റെ അപ്പുറത്തൊരു കരുതൽ വീണ്ടും കരുതിയിട്ടുണ്ട്. ഈ യാത്ര ഒരു മരുഭൂമിയിൽ അവസാനിക്കാൻ വേണ്ടിയുള്ള യാത്രയല്ല. ഇന്ന് രാത്രി ഓർക്കണം, ഇതൊരു ജീവജലത്തിന്റെ ഉറവെങ്കിലേക്കുള്ള യാത്രയാണ്. ഈ ജീവജലത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് വേദപുസ്തകത്തിൽ, അത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം മുന്നറിയിപ്പായി പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം, വഴിയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. കാരണം ആ മറ്റ് കന്നുകാലികളെല്ലാം പിന്നാലെ ഇടയൻ നടന്ന്, അല്ലെങ്കിൽ അതിനെ മേയ്ക്കുന്നവർ നടന്ന് അതിനെ അടിക്കുമ്പോൾ ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ആടുകളുടെ മുന്നേ ഇടയൻ നടന്നുകൊണ്ട് മുൻപോട്ട് പോകുന്നത് കൊണ്ട് ആടിനൊരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. ജീവിത വഴികളെ കുറിച്ച് ആകുലപ്പെടേണ്ട, സാഹചര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിക്കേണ്ട. ഒറ്റ കാര്യം ഉറപ്പാക്കുക, ഇടയനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ന് രാത്രി യാത്ര തുടരുന്ന ദൈവത്തിന്റെ വൈദ്യരെ, ഈ യാത്ര അവസാനിക്കുന്നത് ഒരു ജീവജലത്തിന്റെ ഉറവെങ്കിലാണ്. അവിടെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ഒരു ദിവസമുണ്ടെന്നോ, പ്രത്യാശയുടെ കണ്ണുകൾ, അകക്കണ്ണുകൾ തുറന്ന് അതിലേക്ക് കണ്ണുയർത്തിക്കൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയുമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം പകരുവാനാണ്. ഞാനിനി വിശദീകരിക്കുന്നതിന്റെ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. രണ്ടാമത്തെ കാര്യം, തിരുനാമം നിമിത്തം ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്, ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിന്റെ പിന്നിലെ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ കഷ്ടത മാറുക എന്നുള്ളത് മാത്രമല്ലായിരുന്നു. ആത്യന്തികമായി ദൈവിക ഉദ്ദേശം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തനിക്ക് ശാശ്വതമായ ഒരു നാമം ഉണ്ടാകേണ്ടതിന് ഒരു ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു എന്നാണ് ഈ ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പുതിയ നിയമം ഇസ്രായേലായിരിക്കുന്ന നമ്മളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടെ മാത്രമല്ല, അതിനപ്പുറം നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തനിക്ക് മഹത്വമുള്ള ഒരു നാമം ഉണ്ടാകേണ്ടതിനാണ് ഈ ദിവസങ്ങളിൽ നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. നാം പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ മാത്രം നോക്കി, നമ്മുടെ ജീവിതത്തിലെ നന്മകളെ മാത്രം നോക്കി ദൈവത്തിൽ ആശ്രയിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ പതിവ് നമുക്കൊന്ന് മാറ്റിയിട്ട് ഇന്ന് രാത്രി നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അവസരങ്ങളിലൂടെയും, ഓരോ ഉയർച്ചകളിലൂടെയും, ഓരോ താഴ്ചകളിലൂടെയും അവിടുത്തെ നാമമഹത്വപ്പെടുവാൻ അങ്ങ് കണ്ടിട്ടുള്ള എല്ലാ ഉദ്ദേശങ്ങളും എന്റെ ജീവിതത്തിലൂടെ നിവർത്തിക്കാൻ എന്നെ ഇതാ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞാൽ നാം അറിയാത്ത ചില മഹത്വം, ദൈവിക മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ ദൈവം ശക്തനാണെന്ന് ഈ രാത്രി തിരിച്ചറിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, ഡീപ്പ് ഓർ സൺലെസ് വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്. ഒരു ഭാഷാന്തരത്തിൽ എഴുതിയിരിക്കുന്നത് സൺലെസ് വാലി ഓഫ് ഷാഡോ ഓഫ് ഡെത്ത്. സൂര്യനിന്റെ താഴ്വര എന്ന് പറയുമ്പോൾ സൂര്യനില്ലാത്ത താഴ്വരകൾ. കഴിഞ്ഞ പകൽ നമ്മൾ കേട്ടതുപോലെ ബേഥേലിൽ ദൈവസാന്നിധ്യം കണ്ടവൻ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അത് കാണാൻ മുഖാന്തരമായി തീർന്നത് ലൂസ് എന്ന പട്ടണത്തിലെത്തിയപ്പോൾ അവന്റെ തലയ്ക്ക് മീതെ സൂര്യൻ അസ്തമിച്ചു. എന്നാൽ അതിനുശേഷം അവന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ വെളിപ്പെടാൻ തുടങ്ങി. എന്ന് പറഞ്ഞതുപോലെ താഴ്വരകൾ ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. മോശയോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, ഈ ജനം ദുശ്ശാഠ്യമുള്ള ജനമാ, ഞാൻ ഇനി ഇവർക്ക് മുമ്പായിട്ട് നടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം ശക്തമായിട്ട് പറഞ്ഞു, ഞാൻ എന്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പേ അയക്കാം. നിങ്ങളോട് വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന ദേശത്ത് ഞാൻ നിങ്ങളെ എത്തിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എതിർപ്പെടുന്ന സകല ശത്രു സൈന്യത്തെയും ഞാൻ സംഹരിക്കാം. എന്നാൽ
ദൈവസാന്നിധ്യമില്ലാതെയുള്ള വാഗ്ദാനങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, പോകാൻ വരട്ടെ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പുറപ്പെടുവിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ അനുഗ്രഹമാണോ വേണ്ടത്, ദൈവത്തിന്റെ സാന്നിധ്യമാണോ വേണ്ടതോ? പ്രിയരെ, തിരിച്ചറിയണം, ഇന്ന് പ്രാർത്ഥനകളും പ്രസംഗങ്ങളും എല്ലാം ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമായി തീരുമ്പോൾ അനുഗ്രഹത്തിന്റെ കയ്യല്ല എനിക്ക് വേണ്ടിയത്, അനുഗ്രഹിക്കുന്നവനായ കർത്താവിനെ എനിക്ക് എന്നും വേണം. അവിടുത്തോടെ കരം കോർത്ത് പിടിച്ച് നടക്കുന്ന അനുഭവങ്ങൾ എനിക്ക് വേണം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? ഊരിന്റെ താഴ്വര വന്നാലും ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. വടി എന്തിനാണെന്ന് അറിയാമോ? ടു പ്രൊട്ടക്ട്, നമ്മെ സംരക്ഷിക്കാനാണ് ഈ താഴ്വരയിൽ. അതുപോലെ തന്നെ കോൽ എന്തിനാണെന്നറിയാമോ? മാർഗം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാ. ദൈവത്തിന്റെ വടിയും കോലും ഈ ദിവസങ്ങളിൽ നമ്മളെ മുൻപോട്ട് നയിക്കുന്നതായി നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രിയരെ, ആ ദൃഷ്ടി മാറാതിരിക്കുക. കർത്താവിന്റെ കരങ്ങളിൽ നാം ചേർത്ത് പിടിക്കുക. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. 4-ാമത്തെ കാര്യം, 5-6 വാക്യങ്ങളിൽ എന്റെ ശത്രുക്കൾ കാണുക എന്നെ വളരെ ചിന്തിപ്പിച്ചു. ദൈവിക റെസ്റ്റിലേക്ക് വരുന്ന ഒരു പകലത്തിയോളം അധ്വാനത്തിന് ശേഷം അല്ലെങ്കിൽ ഉൾപ്പുറങ്ങൾ തേടിയുള്ള ദീർഘമായ യാത്രയ്ക്ക് ശേഷം ഇടയന്റെ ആലയിലേക്ക് വരുമ്പോൾ പല ഇടയന്മാരും 100 ആടുകളെയും കൊണ്ട് പോയിരിക്കുക. എല്ലാ ആടുകളെയും കൊണ്ട് നീ ആലയ്ക്കകത്ത് ചേർക്കും. അവിടെ വന്ന് കഴിയുമ്പോൾ ശത്രു ഇല്ലാത്ത സ്ഥാനത്തല്ല ആല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ആടുകളെ സംരക്ഷിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേര് ആല. കേരളത്തിലൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ അതല്ല. ഈ ആല എന്ന് പറയുന്നത് ആടുകളെ സംരക്ഷിക്കുന്ന, മരുഭൂമിയിൽ ഇടയന്മാർ സംരക്ഷിക്കുന്ന പ്രത്യേക സ്ഥലം. വൈകുന്നേരം ഇടയന്മാർ ഒന്നിച്ചുകൂടി ആളുകൾക്ക് സുരക്ഷിതത്വം വരും. ആ സ്ഥലത്തിന്റെ പ്രത്യേകത പറഞ്ഞ് ശത്രുക്കൾ ഇപ്പോഴും ഉണ്ട്. പകലത്തിയോളം നടന്നപ്പോൾ അവിടെ ഇവിടങ്ങളിലൊക്കെ കണ്ട ശത്രുക്കളുടെ ശക്തി കുറഞ്ഞിട്ടില്ല. രാത്രിയാകുമ്പോഴത്തേക്ക് ശത്രുവിന്റെ എണ്ണം കൂടുക ചെയ്യും. ആടിനെ പിടിക്കാൻ താല്പര്യമുള്ള ദുഷ്ടമൃഗങ്ങൾ ഇതിന്റെ ചുറ്റുപാടുമുണ്ടെങ്കിലും ഈ വചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സന്തോഷിക്കുന്നു. ആ ശത്രുക്കൾ ചുറ്റുപാട് നോക്കി നിൽക്കുമ്പോൾ ഒരിടയനല്ല, പല ഇടയന്മാർ ഈ ആലയുടെ ചുറ്റും കാവൽ കാത്തുകൊണ്ട് കിടക്കുകയാണോ? ഇവയുടെ സംരക്ഷണം, അവയുടെ മുറിവ് കെട്ടി തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, അവയ്ക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുന്നു, അവയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർക്കട്ടെ, ആലയിൽ ഹല്ലേലൂയ സ്തോത്രം എത്തിയ ഒരാള് ഒരു വിശ്രമം ജീവിതത്തിൽ ലഭിച്ചു എന്ന് ആശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുത ശത്രു നിന്റെ ചുറ്റുമുണ്ടെങ്കിലും ആ ശത്രു നമ്മെ തൊടാതെ വേണം, അവന്റെ പ്രവൃത്തികളൊന്നും നമ്മെ ആക്രമിക്കാതെ വേണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ രാത്രി നമ്മെ സുരക്ഷിതമായി കാക്കാൻ കർത്താവിന്റെ ഹല്ലേലൂയ ഭൂമിയിലെ ജന്മസമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇടയന്മാർ ആടുകളെ കാത്തുകൊണ്ട് വെളിമ്പ്രദേശത്ത് കിടന്നിരുന്നു, അവർക്ക് ദൈവപ്രത്യക്ഷത ഉണ്ടായതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിനെ വിളിച്ചു പറയട്ടെ, ജീവിതത്തിന്റെ സന്ധ്യകളെന്ന് തോന്നുന്ന സമയങ്ങളിൽ പ്രതിസന്ധിയുടെ ഓരിയുടെ ശബ്ദങ്ങൾ ചുറ്റുപാടും കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒന്നാമത് ദൈവിക സുരക്ഷിതത്വത്തിന്റെ കാവലിന്റെ മതിലുകൾ നമുക്ക് പുറത്തുണ്ട്. അതും പോരാഞ്ഞിട്ട് അതിന്റെ പുറത്ത് കാവൽ കാത്തുകൊണ്ട് കിടക്കുന്ന ഇടയന്മാരുണ്ട്. പ്രാർത്ഥനയുടെ വലയങ്ങൾ ചുറ്റുപാടുമുണ്ട്. ഈ രാത്രി നമ്മൾ ഒരുമിച്ച് 30 നിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കാൻ പോവുക. അവിടെ കൊണ്ട് തീരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിലെ ആടിനെ സംബന്ധിച്ചിടത്തോളം അത്ര ആശ്വസിക്കാനുള്ളെങ്കിലും ഹല്ലേലൂയ ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് ദൈവത്തിന്റെ വയലിലെ എനിക്ക് നിനക്ക് ഒരു വഴിയുടെ കടം ആശ്വസിക്കാനുണ്ട്. ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ ഭവനത്തിൽ, ദൈവത്തിന്റെ ഭവനത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിത്യകാലം ഫോറെവർ എന്നേക്കുമായി പാർക്കുവാൻ വേണ്ടി മറ്റൊരു സുരക്ഷിത സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഈ രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് എഴുന്നേറ്റ് 40 നിമിഷം കൂടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായ ഹൃദയത്തോടെ ഇങ്ങനെ പറയാം, ഇവിടുത്തെ ജീവിത സന്ധ്യയെങ്കിൽ നീ എനിക്ക് ചുറ്റും കരുതലൊരുക്കിയിട്ടുണ്ട്, നിന്റെ സംരക്ഷണത്തിന്റെ വലയം എനിക്ക് ചുറ്റുമുണ്ട്. അതുപോലെ കർത്താവേ, ഞാൻ ഒന്നിനായി കാത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയിട്ട് പോയതുപോലെ മടങ്ങി വരും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങളെ പിന്നെയും എന്തിനൊക്കെ ചേർത്ത് വിടുവാൻ. ആ പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. അവർ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം